സഹോദരൻ ഒരു നിഴൽ പോലെയാണ് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. വെളിച്ചമുള്ളപ്പോൾ കൂടെയുണ്ടാകും, ഇരുട്ടിൽ നിനക്ക് വഴികാട്ടിയാകും. പ്രിയമുള്ള സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ ശ്രീശൻ തയ്യിൽ. എല്ലാ ദിവസത്തെയും പോലെ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത്. ഇന്ന് അതിമനോഹരമായ ഒരു ദിവസമാണ്. ഇന്നാണ് മെയ് 24. ലോകമെങ്ങും ബ്രദേഴ്സ് ഡേ ആയി ആഘോഷിക്കുന്ന ദിവസമാണ് ഇന്ന്. നമ്മുടെ ജീവിതയാത്രയിൽ നമുക്ക് കൂട്ടായി, തണലായി, കരുത്തായി നിൽക്കുന്ന സഹോദരങ്ങൾക്കായി സമർപ്പിക്കപ്പെട്ട ദിനമാണ് ഈ മഹത്തായ ദിവസം. ആരാണ് ഈ ദിവസം പ്രഖ്യാപിച്ചത്? സഹോദരങ്ങൾക്കിടയിലുള്ള പിണക്കം എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? അത് മാതാപിതാക്കൾക്ക് എങ്ങനെ പരിഹരിക്കാം? സാഹോദര്യ ബന്ധത്തിൻ്റെ ആവശ്യകത എന്താണ്? ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. ആരാണ് ബ്രദേഴ്സ് ഡേ പ്രഖ്യാപിച്ചത് എന്ന് അറിയാമോ? മഹാനായ അമേരിക്കൻ എഴുത്തുകാരൻ റോഡ്സ് സി ഡാനിയൽ ആണ് ഈ ദിവസം പ്രഖ്യാപിച്ചത്. നമ്മുടെ ജീവിതത്തിൽ സഹോദരന്മാർ നൽകുന്ന സ്നേഹത്തെയും സംരക്ഷണത്തെയും നന്ദിയോടെ സ്മരിക്കാനാണ് ഈ ദിവസം മാറ്റിവെച്ചിരിക്കുന്നത്. ആരാണ് ഒരു സഹോദരൻ? നാം വീഴുമ്പോൾ താങ്ങുന്ന കൈയാണ് സഹോദരൻ. നമ്മുടെ കുസൃതികൾക്ക് കൂട്ടുനിൽക്കുന്നവനും മാതാപിതാക്കളുടെ വഴക്കിൽ നിന്ന് നമ്മെ രക്ഷിക്കുന്നവനും ലോകം മുഴുവൻ നമുക്കെതിരെ തിരിയുമ്പോൾ കൂടെ നിൽക്കുന്ന ഒരേ ഒരു പോരാളിയുമാണ് നമ്മുടെ സഹോദരൻ. എന്നാൽ ഇന്നത്തെ കാലത്ത് നാം കാണുന്ന ഒരു സങ്കടകരമായ കാര്യമുണ്ട്. ഒരു ഗർഭപാത്രത്തിൽ ജനിച്ച് ഒരു പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിച്ച് വളർന്ന സഹോദരങ്ങൾ വളർന്നു വലുതാകുമ്പോൾ ശത്രുക്കളായി മാറുന്നു. സ്വത്ത് തർക്കങ്ങൾ, അനാവശ്യമായ ഈഗോ അല്ലെങ്കിൽ ചെറിയ തെറ്റിദ്ധാരണകൾ കാരണം മരണപര്യന്തം വരെ സംസാരിക്കാതെ സഹോദരങ്ങളെ എനിക്കറിയാം. എന്തിനാണ് കൂട്ടുകാരെ ഈ ശത്രുത? ജീവിതം വളരെ ചെറുതാണ്. മനുഷ്യൻ മണ്ണിലേക്ക് മടക്കപ്പെടും എന്ന സത്യം നാം പലപ്പോഴും മറന്നുപോകുന്നു. മരിച്ചു കഴിഞ്ഞ് ശവമഞ്ചത്തിന് മുന്നിൽ നിന്ന് കരയുന്നതിനേക്കാൾ എത്രയോ മഹത്തരമാണ് അവർ ജീവിച്ചിരിക്കുമ്പോൾ ഒന്ന് കെട്ടിപ്പിടിക്കുന്നതും മാപ്പ് ചോദിക്കുന്നതും. ക്ഷമിക്കുക എന്നത് ദുർബലന്റെ ലക്ഷണമല്ല, മറിച്ച് അത് കരുത്തനായ മനുഷ്യന്റെ അടയാളമാണ്. സഹോദരങ്ങളെ അടുപ്പിക്കുന്നതിൽ മാതാപിതാക്കളുടെ പങ്ക് എന്താണെന്ന് നമുക്ക് നോക്കണ്ടേ? സഹോദരങ്ങൾ തമ്മിലുള്ള സ്നേഹം വളർത്തുന്നതിൽ മാതാപിതാക്കൾക്ക് ഒരു വലിയ പങ്കുണ്ട്. മക്കളെ ഒരിക്കലും തമ്മിൽ താരതമ്യം ചെയ്യരുത്. ഒരാൾ മറ്റൊരാളേക്കാൾ മിടുക്കനാണെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കരുത്. പകരം നിനക്ക് ഈ ലോകത്ത് ബാക്കിയുണ്ടാകുന്നത് നിന്റെ സഹോദരനായിരിക്കും എന്ന് അവരെ പഠിപ്പിക്കണം. പങ്കുവെക്കലിൻ്റെയും കരുതലിൻ്റെയും സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും പാഠങ്ങൾ ചെറുപ്പത്തിലേ അവർക്ക് നൽകണം. സഹോദരങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഞാൻ അടുത്ത കാലത്ത് വായിച്ച ഒരു കഥയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ആ കഥയുടെ പേര് അവസാനത്തെ കത്ത് എന്നാണ്. ഒരിക്കലും മിണ്ടാത്ത രണ്ട് സഹോദരന്മാർ ഉണ്ടായിരുന്നു. ഒരാൾ മരിച്ചപ്പോൾ മറ്റേയാൾക്ക് ഒരു കത്ത് ലഭിച്ചു. അതിൽ ഇങ്ങനെ എഴുതിയിരുന്നു:
എൻ്റെ എല്ലാ വിജയങ്ങൾക്കും പിന്നിൽ അങ്ങയുടെ നിശബ്ദമായ പ്രാർത്ഥനകൾ ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയാം. അങ്ങയോട് മിണ്ടാത്തതിൽ ഞാൻ ഖേദിക്കുന്നു. ഈ കത്ത് വായിച്ചതിന് ശേഷം ജീവിച്ചിരുന്ന സഹോദരൻ ഒരുപാട് കരഞ്ഞു. എന്താണ് ഈ കഥയുടെ ഗുണപാഠം സുഹൃത്തുക്കളെ? സ്നേഹം പ്രകടിപ്പിക്കാൻ മരണം വരെ കാത്തു നിൽക്കരുത് എന്നല്ലേ? ഇന്ന് തന്നെ നിങ്ങളുടെ സഹോദരനോടോ സഹോദരിയോടോ സ്നേഹിതനോടോ സംസാരിക്കുക. സ്നേഹവും ക്ഷമയുമാണ് ഏതൊരു ബന്ധത്തിൻ്റെയും ആധാരശില എന്ന് മനസ്സിലാക്കുക. സഹോദരന്മാർക്ക് മരണം വരെ പരസ്പരം വിശ്വസിക്കാനും സ്നേഹിക്കാനും ഒരേയൊരു വഴിയേ ഉള്ളൂ. അത് തുറന്ന ആശയവിനിമയമാണ്, കമ്മ്യൂണിക്കേഷൻ. എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടായാൽ അത് നേരിട്ട് സംസാരിച്ച് തീർക്കുക. മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് സഹോദരനെ സംശയിക്കാതിരിക്കുക. ഉള്ളിൽ എത്ര പിണക്കമുണ്ടായാലും പുറമേ നിന്നൊരു പ്രശ്നം വന്നാൽ സഹോദരങ്ങൾ ഒന്നായി മാറണം. സഹോദരങ്ങൾ എന്നത് ഒരു ശരീരത്തിലെ രണ്ട് കൈകൾ പോലെയാണ്. ഇടത് കൈക്ക് വേദനിച്ചാൽ വലത് കൈ വന്ന് തടവും. വലത് കൈക്ക് പരിക്കേറ്റാൽ ഇടത് കൈ സഹായിക്കും. പരസ്പരം മത്സരിക്കാനല്ല, താങ്ങാകാനാണ് നിങ്ങൾ ഭൂമിയിൽ എത്തിയത്. ചുരുക്കത്തിൽ അച്ഛനമ്മമാർ നമുക്ക് തന്നിട്ട് പോയ ഏറ്റവും വലിയ സമ്മാനമാണ് നമ്മുടെ സഹോദരങ്ങൾ. പണവും പദവിയും ഇന്ന് വരും, നാളെ പോകും. പക്ഷേ പ്രതിസന്ധിയിൽ ഓടിയെത്തുന്ന ആ ചോരബന്ധം മറ്റൊന്നിനും പകരമാകില്ല. അതുകൊണ്ട് സഹോദര ദിനത്തിൽ വെറുമൊരു ആശംസയിൽ ഒതുക്കാതെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ: 1. പിണക്കങ്ങൾ മാറ്റുക എന്നുള്ളതാണ്. 2. ക്ഷമിക്കുക. കഴിഞ്ഞുപോയ തെറ്റുകൾക്ക് മറന്ന് അവരോട് ക്ഷമിക്കുക. ഒരു സർപ്രൈസ് നൽകുക. അവർക്കിഷ്ടമുള്ള ഒരു സമ്മാനം നൽകുകയോ അല്ലെങ്കിൽ നീ കൂടെയുള്ളതാണ് എൻ്റെ ധൈര്യം എന്ന് നേരിട്ട് പറയുകയോ ചെയ്യുക. അടുത്ത തവണ നിങ്ങളുടെ സഹോദരനെ കാണുമ്പോൾ, സഹോദരിയെ കാണുമ്പോൾ, അല്ലെങ്കിൽ പ്രിയപ്പെട്ട സ്നേഹിതനെ കാണുമ്പോൾ സ്നേഹത്തോടെ കൈകൊടുക്കൂ. ചേർത്ത് പിടിച്ച് ഒരു ഹഗ് കൊടുക്കാം. ഏവർക്കും ഹൃദയം നിറഞ്ഞ സഹോദര സഹോദരി സുഹൃത്ത് ആശംസാ ദിനം നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഇത്രയും നേരം ഈ ചെറു പ്രസംഗം കേട്ട നിങ്ങളോട് സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. ശ്രീശൻ തയ്യിൽ. താങ്ക് യു വെരി മച്ച് ആൻഡ് വിഷ് ഓൾ ഓഫ് യു എ ഗുഡ് ഡേ. അടുത്ത ദിവസത്തിൻ്റെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം, വീണ്ടും കേൾക്കാം.